നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ കർമ്മസന്യാസ യോഗമെന്ന 5-ാമത്തെ അധ്യായത്തിലെ 8-9 ശ്ലോകങ്ങൾ. നൈവ കിഞ്ചിത് കരോമീതി തോമന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രളപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഇവിടെ 8-9 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് നാം അന്വയിച്ച് അർത്ഥം പറയുന്നത്. അടുത്തതായി ഇതിൻ്റെ പദച്ഛേദം നാം ചർച്ച ചെയ്യുന്നു. ന ഏവ കിഞ്ചിത് കരോമി ഇതി യുക്തഃ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ പൃശൻ ജിഘ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രബലൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തത്വവിത് യുക്തഃ അഹം കിഞ്ചിത് ന കരോമി ഇതി മന്യേത സഹ പശ്യൻ ശൃണ്വൻ പൃശൻ ജിഘ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രളപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയാണി ധാരയൻ ഇതി വർത്തന്തേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. തത്വജ്ഞാനിയായ കർമ്മയോഗി കാണുക, കേൾക്കുക, തൊടുക, മണക്കുക, ഉണ്ണുക, നടക്കുക, ശ്വസിക്കുക, പറയുക, വിടുക, പിടിക്കുക, കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുക മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നവനായാലും ഞാനൊന്നും ചെയ്യുന്നില്ല, ശരീര ഇന്ദ്രിയങ്ങൾ അവയുടെ വ്യാപാരം നിർവഹിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. നമസ്തേ.